ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്നാണ് RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉള്ളത്. 10 മണിക്ക് വരും മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി കാതോർത്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസത്തെ ഒരു ഇടിവിന് ശേഷം ഇന്നലെ മാർക്കറ്റ് 40 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. റുപ്പീസ് ഓൾ ടൈം ഫോളാണ്. അതിൻ്റെ ഒരു മെച്ചം IT കമ്പനീസിന് മാത്രം കിട്ടി. കൂടാതെ പുടിൻ ഇന്ത്യയിലേക്കുള്ള സന്ദർശനം, ഡിഫൻസ് സ്റ്റോക്കുകൾ റാലി രേഖപ്പെടുത്തി. ഈ ഏവിയേഷൻ രംഗത്ത് ഇൻഡിഗോയിലെ ഇടിവ് തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. ക്യാബിൻ ക്രൂ ഇഷ്യൂ കാരണം ഫ്ലൈറ്റ് ക്യാൻസലാക്കി. ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഗ്ലോബലി ബിറ്റ്കോയിൻ തിരിച്ചുവരവ് നടത്തിയിരുന്നു. ഗ്ലോബൽ മാർക്കറ്റ് 2 ദിവസം ആയിട്ട് US മാർക്കറ്റും പോസിറ്റീവായിരുന്നു. എന്നാൽ ഇന്നലെ ഫ്ലാറ്റായ രീതിയിലാണ് US മാർക്കറ്റ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. US മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും താഴെ നാസ്ഡാക്ക് പോസിറ്റീവ് അടിച്ചപ്പോൾ ഡോ ഫ്ലാറ്റാണ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. ടാക്സ് കാണാം 0.79%. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാൻ ഏറ്റവും താഴെ നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ ഫ്ലാറ്റാണ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. എസ്പെഷ്യലി ഡാക്സ് 0.79% റാലി രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് 730 പോയിൻ്റ് അഥവാ 1.43% ഇടിവാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് ജപ്പാൻ മാർക്കറ്റ് റാലിയായിരുന്നു. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവെ മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 26,181. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ക്ലോസ് ഉണ്ടായിരുന്നത് 26,189 ആയിരുന്നു. ഓൾമോസ്റ്റ് ഫ്ലാറ്റ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ് 11 പോയിൻറ്റ്. ബിറ്റ്കോയിൻ 600 പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ഗോൾഡ് XAU/USD കാണാം $11 ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. ഇൻഫോസിസ് പോസിറ്റീവായിരുന്നു 3.6. വിപ്രോ പോസിറ്റീവായിരുന്നു 1.8. എല്ലാ കമ്പനീസും US മാർക്കറ്റിലും ഇന്ത്യൻ കമ്പനീസിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാതെ പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളിലെ വാർത്തകളിലേക്ക് പോകാം. നമ്മൾ ഈ ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടാറുണ്ട്. ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ ഇൻസ്റ്റയുടെ ലിങ്ക് ഉണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ വരാൻ ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. HCL ടെക് IT കമ്പനിയാണ്. അവരുടെ AI ബിസിനസ് എൻഹാൻസ് ചെയ്യാനായിട്ട് അവർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് അവർ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ടാറ്റ പവർ കമ്പനി മുദ്രയിലുള്ളവരുടെ പ്ലാന്റ് ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്തു എന്നുള്ള ന്യൂസ്. ITC ഹോട്ടൽ ബാറ്റ് എന്ന് പറയുന്ന ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ITC ഹോട്ടലിൻ്റെ 7% സ്റ്റേക്ക് സെല്ല് ചെയ്ത് മാറുകയാണ്. ദീപക് നൈട്രേറ്റ് കമ്പനി സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയാണ്. ഇവരുടെ പുതിയൊരു നൈട്രിക് ആസിഡ് പ്ലാന്റ് ഗുജറാത്തിൽ അവർ ഓപ്പൺ ചെയ്തു. ഡയമണ്ട് പവർ കമ്പനി ഇവർക്ക് 747 കോടി രൂപയുടെ ഒരു ഓർഡർ അദാനി ഗ്രീൻ എനർജിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ലോയിഡ് എഞ്ചിനീയറിംഗ് കമ്പനി ഇവർക്ക് ഒരു ഡിഫൻസ് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. റെയിൽടെൽ കമ്പനിക്ക് 63 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സെൻടെക് കമ്പനിക്ക് 120 കോടി രൂപയുടെ ഡിഫൻസ് ഓർഡർ ലഭിച്ചു. സീമക് കമ്പനിക്ക് $40 മില്യൺ ഒരു ഓർഡർ ലഭിച്ചു. ടാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പനി ഇവർ കമ്മേഴ്ഷ്യൻ ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മേജർ സ്റ്റേക്ക് അക്വയർ ചെയ്തു. അതുവഴി ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ബിസിനസ് കുറച്ചും കൂടി എൻഹാൻസ് ആവും. ഡയമണ്ട് പവർ കമ്പനി അദാനി ഗ്രീൻ എനർജിയുടെ ഭാഗത്ത് നിന്ന് ഓർഡർ ലഭിച്ചു. പെട്രോ കെമിക്കൽ കമ്പനിക്ക് ഇവർക്ക് ഒരു പുതിയ യൂണിറ്റ് മഹാരാഷ്ട്രയിൽ ഇവരുടെ പുതിയ പ്ലാന്റിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇൻഫ്ര കമ്പനി ഇവർക്ക് 313 കോടി രൂപയുടെ ഓർഡർ കിട്ടി എന്നുള്ളതാണ് നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. ഇന്ന് വൈകിട്ട് നമ്മളുടെ ലൈവ് ഉണ്ട് കേട്ടോ. ഇന്ന് വൈകിട്ടാണ് നമ്മുടെ ലൈവ്. അപ്പോൾ ലൈവിന് നിങ്ങൾ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് എത്താം, സംശയങ്ങളായിട്ട് ഞാൻ എത്താം. അപ്പോൾ വൈകിട്ട് നമുക്ക് ലൈവിന് കാണാം.